പടച്ചവനെ, റമദാൻ വരാൻ പോകുന്നു. പരിശുദ്ധമായ റമദാൻ മാസം നമ്മളിലേക്ക് കടന്നു വരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകം മുഴുവന് വടക്കി ഭരിക്കുന്ന രാജാതിരാജനായ പടച്ച റബ്ബുണ്ടല്ലോ, ആ അള്ളാഹു ഇഷ്ടപ്പെട്ടവര് മാത്രമാണ് രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത്. കാരണം ആ നിസ്കാരം ആരും കാണുന്നില്ല. നീ ഫർദ് നിസ്കരിക്കാൻ പള്ളിയിൽ പോകുമ്പോ എല്ലാവരും കാണുന്നുണ്ട്, എല്ലാവരും അറിയുന്നുണ്ട്. എന്നാ പാതിരാത്രി 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിച്ചാൽ നിന്റെ കൂടെ കിടക്കുന്നവൾ അറിയില്ല, പെങ്ങളെ കൂടെ കിടക്കുന്ന ഭർത്താവ് അറിയില്ല. ഒറ്റയ്ക്ക് ആരും അറിയാതെ പടച്ച റബ്ബ് മാത്രമേ അറിയുന്നുള്ളൂ. ആരും അറിയാതെ നീ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമുണ്ടല്ലോ, അതിന് വല്ലാത്ത പ്രതിഫലമാണ്. ഒന്നാമത്തെ പ്രതിഫലം, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ കൈപൊക്കിയവരെ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബ് നിന്നെ ഇഷ്ടപ്പെട്ട, അതിനേക്കാളും നിനക്കിനി എന്തേ വേണ്ടത്? അള്ളാഹു ഇഷ്ടപ്പെടുകയാണ്. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഈ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മോതുമ്പോ നിങ്ങളുടെ പള്ളിയുടെ പറമ്പുണ്ടല്ലോ, ആ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ, പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, ഉഹദ് മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, മലദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ, അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ജനങ്ങൾ മുഴുവനും കടന്നു വരുമ്പോ എല്ലാവരും പേടിച്ച് വിറച്ചുകൊണ്ട് തലതാഴ്ത്തി പിടിച്ചിരിക്കുകയാ. എല്ലാവരും നഗ്നരാണ്, എല്ലാവരും കരയുകയാണ്, എല്ലാവരും തലതാഴ്ത്തി റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുകയാ. അവര് തല ഉയർത്തിപ്പിടിച്ചാണ് വരുന്നത്. അള്ളാന്റെ റസൂലിനോട് ചോദിക്കുന്നു, ആരാ നബിയേ തല ഉയർത്തിപ്പിടിച്ചു വരുന്ന വിഭാഗമാരാ? അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? പാതിരാത്രി നാട്ടുകാർ മുഴുവനും കിടന്നുറങ്ങുന്ന സമയത്ത് ആരും കാണാതെ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ ഉതുവെടുത്തിട്ട് ഇരുട്ട് റൂമിനകത്തിരുന്നിട്ട് ആ 2 റക്അത്ത് നിസ്കരിച്ച ഉമ്മ നാളെ തല ഉയർത്തിപ്പിടിച്ചു വരികയാ. പടച്ച റബ്ബിന്റെ കോടതിയിൽ കോടാനുകോടി വരുന്ന ജനങ്ങൾ മുഴുവനും 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, അവരുടെ അനുയായികൾ മുഴുവനും കോടാനുകോടി വരുന്ന ജനങ്ങൾ മുഴുവനും നാളെ പേടിച്ചു വിറച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിൽ തലതാഴ്ത്തി നിൽക്കുമ്പോ പാതിരാത്രി എഴുന്നേറ്റ് ആരും അറിയാതെ 2 റക്അത്ത് നിസ്കരിച്ച ചെറുപ്പക്കാരാ, തല ഉയർത്തി വരുമടാ. അള്ളാഹുവിന്റെ കോടതിയിൽ തല ഉയർത്തിയിട്ട് നീ വരികയാണ്. അതാ വിളിക്കുന്നു, വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാ, ഇങ്ങ് വാ ചെറുപ്പക്കാരാ, ഇങ്ങ് വാ ഉമ്മ. അതാ തതജാഫാ ജുനൂബുഹും അനിൽ മളാജി വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. അള്ളാഹുവിന്റെ മലക്കുകൾ പറയുകയാ, വിചാരണയില്ല, ഹിസാബില്ല. ആ കാണുന്നതാണ് സ്വർഗം. നീ ധൈര്യമായിട്ട് കയറിപ്പോക്കോ. തഹജ്ജുദ് നിസ്കരിച്ചവര് നീ അള്ളാന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോക്കോ എന്ന് നാളെ മലക്കുകൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. പകല് പള്ളിയിൽ പോകുമ്പോൾ എല്ലാവരും കാണും, ഞാൻ നിസ്കരിക്കാനുണ്ട്. നാട്ടുകാരറിഞ്ഞു. 2 മണിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ കൂടെ കടന്നവൾ അറിയോ, മക്കളറിയോ, നാട്ടുകാരറിയോ? ആരും അറിയില്ല, അല്ലാഹ് മാത്രമേ അറിയൂ. അള്ളാഹു മാത്രം അറിയുന്ന നിസ്കാരം അതാ. ആ നിസ്കാരത്തിന്റെ പ്രതിഫലം നാളെ പരലോകത്ത് വരുമ്പോൾ 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കും. ഒന്ന് നിസ്കരിച്ചവൻ, തഹജ്ജുദ്. ഫർദ് നിസ്കരിച്ചവനല്ല, തഹജ്ജുദ് നിസ്കരിച്ചവൻ. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ.
അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. രണ്ടാമത്തെ മനുഷ്യനാരാ? തല ഉയർത്തിപ്പിടിച്ചു വരുന്ന രണ്ടാമത്തെ മനുഷ്യനാരാ? നിങ്ങളുടെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ആര്? ആരടോ? ഇവിടുത്തെ മോദിനാരാ? മോദി. നിങ്ങളുടെ പള്ളിയിൽ ബാങ്ക് വിളിക്കണ ചങ്ങാതിയ. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. നമുക്ക് വല്ല പരിഗണനയുണ്ടോ? പള്ളിക്കകത്ത് പൊടി കണ്ട അയാളുടെ മുഅദ്ദിനൊന്നും വിളിക്കത്തില്ല, മുക്രീന്നൊക്കെയാണ് വിളിക്കുക. അദ്ദേഹത്തെ വിളിക്കണത് മുക്രീന്ന, ഒരു കളിയാക്കുന്ന രീതി. ബാത്റൂമിൽ വെള്ളമില്ല, പൈപ്പില്ല, അവിടെ എന്തു കണ്ടാലും മുഅദ്ദിൻ. അയാളെ ഇനി പറയാനൊന്നുമില്ല, വലിയ പരിഗണനയൊന്നും കൊടുക്കാറില്ല അദ്ദേഹത്തിന്. എന്നാൽ നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ജുനൈദ് മൗലവിയൊന്നുമല്ല. ഇവിടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിച്ചിട്ടുള്ളവരെന്ന് കൈവക്കിക്കേ. ഒരു മത്സരത്തിനെങ്കിലും വിളിച്ചിട്ടുള്ളവർ കൈവക്കറോ? സുബ്ഹാനല്ലാഹ്, നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാ ഇല്ലേ? ഇവിടെ ബാങ്കോളി മത്സരമൊന്നും ഇല്ല. പ്രസിഡന്റ് കൈവക്കി, നല്ല കാര്യം. നിങ്ങളെയൊക്കെ കൊണ്ട് ആദ്യം ബാങ്ക വിളിപ്പിക്കണ്ടേ? എല്ലാവരും ബാങ്കൊക്കെ വിളിക്കണം. പലർക്കും ബാങ്ക് വിളിക്കാൻ പേടിയാ. ചിലപ്പോൾ ഹയ്യാല ഫല ആദ്യം വിളിക്കും, പിന്നെ തല വിളിക്കും, തല തിരിച്ച് വിളിച്ചു കളയും. ഇവിടെ നിനക്ക് സത്യത്തിൽ ബാങ്ക് വിളിക്കുന്നതിൻ്റെ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ മുഅദ്ദിനാകാൻ വേണ്ടി മത്സരിക്കുമായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആരാകാൻ? പ്രസിഡന്റ് ആകാനല്ല. പ്രസിഡന്റ് ഇവിടെ അങ്ങനെ പ്രസിഡന്റ് ആകാൻ മത്സരമാണോ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഞാൻ നിങ്ങളോട് തരുന്ന ഒരു ഉപദേശമാണ്, ഒരിക്കലും പള്ളിയിൽ പ്രസിഡന്റ് ആകാനും സെക്രട്ടറി ആകാനും മത്സരം നടത്തരുത്. ആർക്കാണോ ആകേണ്ടതായിക്കോ, അത്ര തന്നെ. ആർക്കെങ്കിലും പ്രസിഡന്റ് ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആയിക്കോ, സെക്രട്ടറി ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആയിക്കോ. നിങ്ങൾ നിങ്ങളുടെ പണിയും നോക്കി നടക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പണ്ട് നമ്മൾ പണ്ടത്തെ ആൾക്കാരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് പറയും, കാക്ക പാപ്പ നിങ്ങൾ പള്ളിയിലെ പ്രസിഡന്റാട്ടോ. അതങ്ങനെ പണ്ട് എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്നിട്ട് പറയും, നിങ്ങൾ പ്രസിഡന്റ്, പാപ്പ നിങ്ങളാണ് പള്ളിയുടെ സെക്രട്ടറി. വേണ്ട മോനെ, എനിക്ക് വേണ്ട, എനിക്കതിനുള്ള അർഹതയൊന്നുമില്ല, ഞാൻ പള്ളിയിലെ പ്രസിഡന്റും സെക്രട്ടറി ഒന്നും ആകൂല. അത് പണ്ട്. ഇപ്പോൾ 500 രൂപ കൊടുത്തിട്ട് പറയാം, അളിയാ പൊതുയോഗത്തിൽ എൻ്റെ പേര് പറയുമ്പോൾ കൈ പൊക്കണം കേട്ടോ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഉള്ളതല്ലേ പറഞ്ഞേ. നീ അടുത്ത് ഞാൻ കണ്ടതാ, ഒരു പള്ളിയുടെ മുമ്പിൽ 32 സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് തന്നെ വെച്ചിരിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എടാ, പണ്ട് പറയും നിങ്ങൾ പ്രസിഡന്റ്, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ഇന്ന് ആളെ കൂട്ടിയിട്ട് പറയാം, അളിയാ പൊതുയോഗത്തിൽ എൻ്റെ പേര് പറയുമ്പോൾ കുലോ തക്ബീർ ചാടിയേക്കണം, എന്നെ അങ്ങ് ആക്കിയേക്കണമെന്നാ. എനിക്ക് ഇത്തിരി കയ്യിൽ കൊടുക്കുകയും ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പണ്ടത്തെ വാപ്പമാര് പള്ളി നിസ്കരിക്കാൻ വരുമ്പോൾ ചെരുപ്പ് കയ്യിൽ പിടിക്കും. ചെരുപ്പ് പള്ളിയുടെ ഗേറ്റിൻ്റെ അടുത്ത് വരുമ്പോൾ ചെരുപ്പ് ഊരി കയ്യിൽ പിടിക്കും. എന്നിട്ട് ചെരുപ്പിടാതെ വന്ന് കാലും കഴുകി പള്ളി കയറി നിസ്കരിക്കും. ഇറങ്ങി പോകുമ്പോൾ ചെരുപ്പും കയ്യിൽ പിടിച്ചിട്ട് ആ പടിയും താഴെ ഗേറ്റിൻ്റെ അവിടെ ചെന്നിട്ട് തറയിലിട്ടിട്ട് പോകും. എന്തേ വാപ്പ നിങ്ങൾ പള്ളിയിൽ കയറുമ്പോൾ ചെരുപ്പിട്ടുകൊണ്ട് കയറാത്ത? ഈ പള്ളിയുടെ ഗേറ്റിനകത്ത് കയറുമ്പോൾ നിങ്ങൾ ചെരുപ്പിട്ടുകൊണ്ട് കയറാത്തത് എന്താ? പണ്ടത്തെ വാപ്പമാര് പറയുന്നത്, ചെരുപ്പിനടിയിൽ പള്ളിയിലെ മണ്ണ് പറ്റി, ആ മണ്ണ് ഞാൻ കൊണ്ടുപോയി മറ്റുള്ളവൻ്റെ പറമ്പിലിട്ടാൽ അള്ളാഹു എന്നോട് ചോദിക്കുമോ എന്ന് പേടിച്ചിട്ടാ ഞാൻ ചെരുപ്പിടാത്തത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പള്ളിയിലെ മണ്ണ് ചെരുപ്പിനടിയിൽ പറ്റിയിട്ട് അതുകൊണ്ട് പുറത്തിട്ടാൽ, അത് അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ, അള്ളാഹു എന്നോട് ചോദിക്കുമോ എന്ന് പേടിച്ചിട്ടാ ഞാൻ ചെരുപ്പ് കയ്യിൽ പിടിച്ച് കിടക്കണേ. ഇപ്പോഴോ പള്ളിയുടെ ബാത്റൂമിൻ്റെ മുമ്പിൽ കിടക്കുന്ന ചെരുപ്പിൻ്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കുക, അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതെന്തിനാ പ്രസിഡന്റ് ആ മൂക്ക് വെട്ടുന്നത്? ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, അവനവൻ്റെ ചെരുപ്പ് അവനവനറിയില്ലേ. ഈ ബാത്റൂമിൻ്റെ മുമ്പിൽ കിടക്കുന്ന ചെരുപ്പിലിങ്ങനെ അവിടുത്തെ കപ്പൊക്കെ ചങ്ങലയിൽ അകട്ടിയിട്ടിരിക്കുന്നത്. അല്ലാഹു അഅലം. ട്രെയിനകത്ത് കയറുമ്പോൾ മാത്രമേ അത് കാണാൻ, അടിച്ചുകൊണ്ട് പോകണേ എപ്പോഴാണെന്നറിയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജുമാ കഴിഞ്ഞ് നോക്കുമ്പോൾ ഹജ്ജ് ഉംറയും ചെയ്തിട്ട് വരുന്ന പ്രതിഫലമാണ് ജുമാ. ചില വാപ്പന്മാർ കറങ്ങാൻ, എൻ്റെ ചെരുപ്പ് കാണുന്നില്ല, എൻ്റെ ചെരുപ്പ് കാണുന്നില്ലെന്ന്. അത് ഹജ്ജിന് വന്നവർ കൊണ്ടുപോയി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതാണോ നമ്മുടെ അവസ്ഥ? പണ്ട് നബിതങ്ങളുടെ കാലഘട്ടത്ത് ആൾക്കാർ പള്ളിയിൽ കിടന്ന് ഉറങ്ങും. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ
അവർ തലകണയുടെ അടിയിൽ തപ്പി നോക്കുന്ന. കാരണം എന്തേ, അന്നത്തെ കാലഘട്ടത്തിൽ സദക്ക കൊണ്ടുവന്ന് ആരും കാണാതെ തലകണിയുടെ അടിയിൽ വെച്ചിട്ട് പോകും. തന്നതാരാന്ന് ആർക്കും അറിയില്ല. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയില്ല. പള്ളിയിൽ കിടന്നുറങ്ങുന്ന പാവങ്ങളുടെ തലകണയുടെ അടിയിൽ കൊണ്ടുവച്ചിട്ട് പുക്കളയും. രാവിലെ എഴുന്നേറ്റ ഉടനെ സഹാബത്ത് തലകണയുടെ അടി വല്ലതും ഉണ്ടോ എന്ന് തപ്പി നോക്കും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് പള്ളിക്കകത്ത് കിടക്കുന്നവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ആദ്യം തപ്പി നോക്കും വെച്ചത് അവിടെ ഉണ്ടോ എന്ന്. അതാ അവസ്ഥ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടുത്തെ കമ്മിറ്റിക്കാരെ എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞപ്പം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ എനിക്ക് ആകെ അവരെ വലിയ പരിചയമൊന്നുമില്ല. അന്ന് വഴുതിന് വിളിക്കാൻ വന്നത് പരിചയമുള്ളൂ. അള്ളാഹുവർക്കൊക്കെ സ്വർഗം കൊടുക്കുമാറാകട്ടെ. പക്ഷെ നിങ്ങളോടൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ പറഞ്ഞേക്കാം. ആ കസേര നിങ്ങൾ ആരും ആഗ്രഹിക്കരുത്. സെക്രട്ടറിയും പ്രസിഡന്റും പള്ളി കമ്മിറ്റിയിലെ കസേര ഒന്നും ആരും ആഗ്രഹിക്കരുത്. വെറുതെ എന്തിനാ? ഇപ്പം സമാധാനം ഉണ്ടല്ലോ, ഇപ്പം നിനക്കൊരു വിലയുണ്ടല്ലോ. ഖുർആനിലെ ഒരായത്തിൻ്റെ അർത്ഥം അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഒറ്റ ഒരെണ്ണവും മത്സരിക്കാൻ നിൽക്കൂല. അല്ലാഹു തരുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തിൻ്റെ അർത്ഥം അറിയുന്നെങ്കിൽ പിന്നെ ഈ പള്ളി പരിപാലിക്കാനും കമ്മിറ്റി ഓഫീസിൽ കയറി ഇരിക്കാനും ഒറ്റ ഒരെണ്ണത്തിനെ കിട്ടത്തില്ല. ഇവരൊക്കെ ഇന്ന് രാത്രി തന്നെ രാജിവെച്ചിട്ട് പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഖുർആനിലെ ഒരായത്തിൻ്റെ അർത്ഥം അറിഞ്ഞാൽ മതി. അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ പിന്നെ മത്സരിക്കാനും ഇതിന് മുമ്പിൽ നിൽക്കാനും ആളെ കിട്ടൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആയത്ത് ഞാൻ പറയൂല. ഇവരെങ്ങാനും പേടിച്ച് രാജിവെച്ചിട്ട് പോയാൽ പള്ളീനെ പരിപാലിക്കേണ്ട ആരെങ്കിലും. അതുകൊണ്ട് ആയത്തൊന്നും ഞാൻ പറയണില്ല, അത് ഇമാമിനോട് ചോദിച്ചാൽ മതി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ബാങ്ക് വിളിക്കണം. ബാങ്ക് വിളിക്കുന്നതിൻ്റെ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ മത്സരം എവിടാ? എന്തിനാ മത്സരം? മുഅദ്ദിനാക്കാൻ മത്സരിക്കും, അതാണ് പ്രതിഫലം. എടോ, ബാങ്ക് വിളിക്കുന്ന മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം. ഇവിടുത്തെ മുഅദ്ദിനിന്റെ ബാങ്കിന്റെ ശബ്ദം കേട്ടിട്ടാ എല്ലാവരും പള്ളി വരിക. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ ഈ ലോകത്ത് ബാങ്ക് വിളിക്കുന്ന ദശന്റെ ശബ്ദം കേട്ട മൃഗങ്ങളും നാൽക്കാലികളും ഇലകളും വൃക്ഷങ്ങളും കല്ലുകളും മണൽ തരികൾ വരെ അള്ളാഹിനോട് ഞാൻ കേട്ടുപടച്ചവനെ ഈ മനുഷ്യന് സ്വർഗം കൊടുക്കണേ എന്ന് സർവ്വചരാചരങ്ങളും അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യുമെന്ന് നബിയിന റസൂലുള്ളാഹി. അപ്പൊ താത്താമാര് വിചാരിക്കുക, എൻ്റെ പൊന്നു സിറാജ്, ഞങ്ങൾക്ക് ബാങ്ക് വിളിക്കാൻ അവസരമൊന്നും ഇല്ലല്ലോ, ഞങ്ങൾക്ക് എങ്ങനെ അവസ്ഥാതെ അപ്പൊ ഈ പ്രതിഫലം? എൻ്റെ പൊന്നാര താത്ത, ബാങ്ക് വിളിക്കണമെങ്കിൽ മുഅദ്ദിനാകണോ? വേണ്ടല്ലോ. ബാങ്ക് വിളിക്കണമെങ്കിൽ മുഅദ്ദിനാവേണ്ട കാര്യമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോൾ നിങ്ങളും അതുപോലെ കൂടെ പറയണേ എന്ന് നബിയിന റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ വിളിക്കുന്നു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. നീയും പറയണം, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീയും പറയണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഅദ്ദിന് ബാങ്ക് വിളിക്കുമ്പോ ആ പറയുന്നത് പോലെ നിങ്ങളും പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളും അതുപോലെ പറയണം. ബാങ്ക് വിളിക്കുന്നതിൻ്റെ ബാങ്ക് മുഅദ്ദിൻ പറയുന്നത് പോലെ നമ്മളും പറ. അപ്പൊ നമുക്കും ആ പ്രതിഫലം കിട്ടും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ആ പ്രതിഫലം നമുക്ക് തരുമാറാകട്ടെ. പക്ഷെ ആര് പറയാനാ ബാങ്ക് വിളിക്കണ സമയത്താണ് നമ്മൾ ഫോൺ വിളിക്കണേ. കമ്മിറ്റി ഓഫീസിൽ പോലും ബാങ്ക് വിളിക്കണ സമയത്ത് സംസാരം നിർത്തൂല. പള്ളിക്കകത്തിരിക്കുന്നവനും കഥ പറയുന്ന അപ്പോഴാ. എടോ, ഒരാൾ ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിച്ചാൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറയാൻ അവൻ്റെ നാവ് പൊങ്ങത്തില്ലെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരാൾ പറ, ഷഹാദത്ത് കലിമ പറയുന്ന സമയത്ത് മരിക്കുന്ന സമയത്ത് നാവ് പൊങ്ങാത്ത പാപത്തിൽപ്പെട്ട ഒരു പാപമാണ് ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കുക. ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടോ? പക്ഷെ വല്ല മാറ്റം ഉണ്ടോ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത്രയും വലിയ പാവം അത്, അത്രയും വലിയ പാപം. പെണ്ണുങ്ങൾ തലയിൽ തുണിയിടുന്ന 2 സമയമുണ്ട്. എപ്പോഴൊക്കെയാണെന്നറിയാവോ? എപ്പോഴൊക്കെയാ?
ഒന്ന് ബാങ്ക് വിളിക്കുമ്പോൾ, ബാങ്ക് വിളിക്കണ സമയത്ത് പെണ്ണുങ്ങളുടെ ഒരു വെപ്രാളം കാണണം. ഇവിടെ തലേത്തുണി എവിടെ എന്ന് പറഞ്ഞിട്ട് എന്നാ ബഹളമെന്നറിയോ. ഉമ്മായിക്കും ഇല്ല മോക്കും ഇല്ല. അവസാനം നോക്കുമ്പോൾ ഒരു ഷാള് കെട്ടി ഉമ്മായും മോളും കൂടെ 50-50 ഇട്ടിട്ടായിരിക്കണം. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തീർന്നു. എന്നാൽ ഒറ്റ ഏറ് കഴിഞ്ഞു, പിന്നെ ഷാളുമില്ല. എൻ്റെ പൊന്നാര താത്ത, ആരാ നിന്നോട് പറഞ്ഞ ബാങ്ക് വിളിക്കുമ്പോൾ തലേത്തുണി ഇടണമെന്ന്? ഇനി രണ്ടാമതൊരു സമയമുണ്ട്. എപ്പോഴാ പെണ്ണുങ്ങൾ തലേ തുണി പിടിച്ചിടുന്ന രണ്ടാമത്തെ സമയം എപ്പോഴാടോ? ഉസ്താദിനെ കാണുമ്പോൾ. എപ്പോ? ഉസ്താദിനെ കാണുമ്പോൾ. ഉസ്താദ് അള്ളൊന്നും അല്ലല്ലോ. ഉസ്താദിനെ കാണുമ്പോൾ തല മറയ്ക്കണമെന്ന് ആരാ നിനക്ക് പഠിപ്പിച്ചു തന്നെ? താത്ത മറയ്ക്കുവാണെങ്കിൽ എപ്പോഴും മറയ്ക്കണം. അത് പണ്ട് ഉസ്താദന്മാരെ കാണുമ്പോൾ തലേ തുണി ഇടുന്ന കാലം പണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളത് കൂടെ വേണമെങ്കിൽ താഴോട്ട് പിടിച്ചിടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പൊന്നാര ചങ്ങാതിമാരെ, റമളാനാ വരുന്നേ, നിനക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റും. നീ എന്തായാലും കാനാടിക്കാൻ എഴുന്നേക്കും. രാവിലെ ഭക്ഷണം കഴിക്കാൻ എന്തായാലും എഴുന്നേക്കുമല്ലോ. അലാറം വെക്കും. ആമിന, എൻ്റെ വീട്ടിൽ ലൈറ്റ് കണ്ടില്ലെങ്കിൽ വിളിക്കണേന്ന് അയൽവാസിയോട് പറയും. അയൽവാസിയോട് പറയുക, എൻ്റെ വീട്ടിൽ രാവിലെ 4 മണിക്ക് ലൈറ്റ് കണ്ടില്ലെങ്കിൽ നീ വിളിക്കണം. വാപ്പാനോട് വിളിച്ചു പറയുന്നു, വാപ്പ എഴുന്നേക്കുമ്പോൾ എന്നെ വിളിച്ചേക്കണേ എന്ന് നമ്മൾ വിളിച്ചു പറയും. എന്തായാലും എഴുന്നേക്കും. 2 റക്അത്ത് നിസ്കരിച്ചു പഠിക്ക്. അൽഹംദുലില്ലാ, ഒരു സുന്നത്തിന് ഒരു ഫർളിൻ്റെ കൂലി, ഒരു ഫർളിന് 70 ഫർളിൻ്റെ കൂലി. മക്കളെ, ളുഹാ നിസ്കരിക്കാം. മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ നിസ്കരിക്കാം. അൽഹംദുലില്ലാ, തറാവീഹ് നിസ്കാരം 20 റക്അത്ത് അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഏത് പള്ളിയിലാടാ ഏറ്റവും എളുപ്പത്തിൽ തീരുന്നതെന്നാ ഇപ്പോഴേ തിരക്കി വെച്ചേക്കാം. ഒരുത്തം പറയുന്നു അവിടെ 9:15 തീരുവള്ളി, അവിടെ സൂപ്പർ ഫാസ്റ്റാ. അപ്പുറത്ത് പറയുന്നു ഇപ്പുറത്ത് അളിയാ മിന്നലാ, വല്ലുഹാ മുതൽ ഓടുന്നു. പടച്ചോ നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പിള്ളേർ പറയുന്നു ഏറ്റവും എളുപ്പത്തിൽ തീരുന്ന പള്ളി തിരഞ്ഞിട്ട് നടക്കുക. എൻ്റെ പൊന്നാര ചങ്ങാതി, അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. സഹോദരിമാരെ, മക്കളെ, തറാവീഹ് നിസ്കരിക്കുക. സുന്നത്തുകൾ തഹജ്ജുദ് എത്രത്തോളം സുജൂദ് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം സുജൂദ് ചെയ്താ നിന്റെ മുഖത്ത് നോക്കുമ്പോൾ കാണാം നിനക്ക് ഈമാനുണ്ടെന്ന്. ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം ഈമാനുള്ള മരണമാണോ ഈമാനില്ലാത്ത മരണമാണോ. മരിച്ചു കിടക്കുമ്പോൾ നിങ്ങൾ പോകണം, നെറ്റിത്തടം വിയർക്കും മരിച്ച ഉടനെ. ഈമാനുള്ള മരണമാണെങ്കിൽ ആ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ വാപ്പ മരിച്ചു, ഓടി റൂമിൽ കയറി ചെന്ന ഉടനെ ഉപ്പാന്റെ മുഖത്ത് നോക്കുമ്പോൾ നെറ്റിത്തടം വിയർത്തിട്ടുണ്ടാകും. മൂക്കിൻ്റെ ദ്വാരം പതിവില്ലാതെ വികസിച്ച് നിൽക്കും. മുഖത്തൊരു പ്രകാശം, ചുണ്ടിലൊരു പുഞ്ചിരി, റൂമിൻ്റെ അകത്ത് വല്ലാത്ത ഒരു സുഗന്ധം. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. കാണുമ്പോൾ തന്നെ പേടി തോന്നുക, ഇതെന്താ അല്ല ഇങ്ങനെ. പടച്ചവനെ മുഖം നോക്കുമ്പോൾ തന്നെ അറിയാം, ഭയപ്പെടുത്തുന്ന രീതിയിൽ മലമൂത്ര വിസർജനം നടത്തിയിട്ട് ഇങ്ങനെ കിടക്കുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സ്വർഗത്തിൽ കൂടെ നടക്കണോ ചങ്ങാതി, സുജൂദുകൾ അധികരിപ്പിച്ചാൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മരിക്കുന്ന ദിവസവും അവസാനത്തെ വഖത്തും നിസ്കരിച്ചിട്ട് മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. കറക്റ്റ് ടൈം ടു ടൈം, സമയം 11:15 പോകുന്നു. ഞാൻ ടൈം ടു ടൈമാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തു വേണം, നിർത്തണോ പറയണോ? നിങ്ങൾക്ക് എല്ലാവരും പറയണോന്ന് പറഞ്ഞാൽ ഒരെണ്ണം കൂടെ പറഞ്ഞു തരാം, എന്നിട്ട് ദുആ ചെയ്ത് പിരിയാം. ഇല്ലെങ്കിൽ ഇപ്പോൾ ദുആ ചെയ്യാം. എന്തു വേണം? കൈവക്ക്. ആവശ്യം പറയണമെന്നുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. പൈസ ചോദിക്കുമ്പോൾ ഇവിടൊക്കെ തന്നെ കാണണം കേട്ടോ. ഞാൻ പിരിവ് ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കിക്കോണം. വളയും മോതിരമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, പക്ഷെ ഇന്നെല്ലാം ഊരും. ഇനി എവിടെ പോവാനാ? ഇവിടെ കവറടക്കുന്നുണ്ടോ? നാളെ ഇങ്ങോട്ട് തന്നെ വരാനുള്ളതാ. ഊരി എല്ലാം തന്നിട്ട് പോയാൽ അവിടെ വരുമ്പോൾ വല്ലതും കാണും. ഇല്ലെങ്കിൽ കണ്ടോ, എൻ്റെ വീടിൻ്റെ പരിസരത്ത് 5 എണ്ണത്തിന് ഒരുത്തൻ നടന്നു കൊന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ ഒക്കെ ഒരു മനസ്സ് ചിന്തിക്കടോ. സ്വന്തം അനിയനെ മന്തി ബിരിയാണി മേടിച്ചു കൊടുത്തിട്ടാ കൊന്നു കളഞ്ഞേ. ഒറ്റ അടിക്കല്ല 5 പേരെ കൊന്നേ. ഒറ്റ അടിക്കല്ല അവൻ കൊന്നത്. ചിന്തിക്കേണ്ടത് അവിടെയാ. നടന്നു ഓനെക്കുറിച്ച് പറയണത് ഓ നല്ലവനായിരുന്നു എന്നാ, നിസ്കരിക്കുന്നവനായിരുന്നെന്നാ. ഒന്ന് ആലോചിക്കേ, എന്തൊരു ക്രൂരതയാടോ ഇപ്പം ചെയ്യുന്നത്. 10-24 വയസ്സുള്ള മക്കളെ ഇന്ന് താമരശ്ശേരിയിൽ ഉമ്മാനെ ഒരുത്തം വെട്ടിക്കൊന്നു. അടുത്തവനാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം കണ്ട
ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച എങ്ങാണ്ട ഒരുത്ത ഉമ്മാനെ മലപ്പുറം ജില്ലയിൽ ആദ്യം കത്തിക്ക് വെട്ടിക്കെട്ട് ഗ്യാസ് കുറ്റി എടുത്തിട്ട് തലയിലടിച്ചിട്ട ഉമ്മാനെ കൊന്നേ. ഈ തൃശ്ശൂർ ജില്ലയിൽ വേറൊരുത്തം കൊന്നു. ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇതാടോ ചങ്ങാതി. ഇപ്പം നാട്ടുകാരെ അല്ല പേടിക്കേണ്ട, സ്വന്തം മക്കളെ പേടിക്കേണ്ട കാലം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തുകൊണ്ട് നമ്മുടെ മക്കൾ കഞ്ചാവൊന്നും അല്ലടോ. ഇപ്പം എല്ലാവരും എടുത്ത വായിക്ക് പറയും കഞ്ചാവാന്ന്, അത് കഴിഞ്ഞാൽ തീർന്നില്ല. അല്ലെങ്കിൽ പറയാം അവന് തലയ്ക്ക് സ്ഥിരതയില്ലെന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇപ്പം ഇറങ്ങുന്ന സിനിമകൾ കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് ഒരുത്തനെ തട്ടാൻ? സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ ഒരുത്തനെ കിട്ടിയ അപ്പം ഗ്യാങ്ങിൻ്റെ നേതാവായിട്ട് തട്ടാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പടങ്ങളൊക്കെ ഇരുന്ന് കുടുംബസമേതം ഒന്ന് കാണാൻ പറ്റുന്നതാണോ? എങ്ങനെയാണ് കൊട്ടേഷൻ്റെ നേതാവാകാൻ പറ്റും? ഇതാണ് ഇന്നത്തെ സിനിമ ഓടിപ്പിച്ചു കൊടുക്കുന്നത്. അതിനെക്കുറിച്ച് ഇവിടെ ആരെങ്കിലും മിണ്ടനുണ്ടോ? ഏതെങ്കിലും ഒരുത്തം മിണ്ടനുണ്ടോ? ഈ കള്ളം കഞ്ചാവ് മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നവർ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, എവിടേക്ക് പോകുന്നു? കുട്ടികളോട് എന്തെങ്കിലും പറയാൻ പേടിയാണ്. ഇവന്മാർ നമ്മളെ അടിച്ചു കളയും. എന്തെങ്കിലും പറയാൻ തന്നെ, ഉപദേശിക്കാൻ തന്നെ നമുക്ക് പേടിയാ. കാരണം എന്തേ? കൊട്ടിയത്തെങ്ങാണ്ട ഒരു ഉസ്താദ് കഞ്ചാവിനെതിരെ പ്രസംഗിച്ചു. സുബൈക്ക് പള്ളിയിൽ പോയപ്പം പടച്ചവനെ എറിഞ്ഞു തറയിലിട്ട് കളഞ്ഞു. ഇതവസ്ഥ. അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ വല്ലാതെ പേടിക്കണം. നമ്മുടെ മക്കൾ എത്രത്തോളം നമ്മുടെ മക്കളെ സൂക്ഷ്മത പുലർത്തണമെന്ന് നമ്മൾ അറിയുന്നില്ല. അവസാനം മോൻ താൻ സ്നേഹിച്ച പെണ്ണിനെ വരെ ഞാൻ പോയി കഴിഞ്ഞാൽ ഇനി അവൾക്ക് ആരുമില്ലെന്ന് ഓളയം കൊന്നു കളഞ്ഞു. ഓളയും വിളിച്ചു വരുത്തിയിട്ട് കൊല്ലാം. ആലോചിക്കേ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓൻ പറയുന്ന കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊന്നുമല്ലടോ, പണമാണ് വിഷയം. കാരണം അടിച്ചു പൊളിച്ച് ജീവിച്ചു പഠിച്ചു പോയി. കൊറോണയ്ക്ക് ശേഷം പൈസ ഇല്ല ആരുടെ കയ്യിൽ. ചോദിക്കുമ്പോൾ കൊടുക്കാതെ വരുമ്പോൾ വൈരാഗ്യം. അവിടെ പിന്നെ ഉപ്പയെന്ത് ഉമ്മയെന്ത്? അതാ പണ്ടുള്ളവരും ഇന്നത്തെ പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയോ? നമ്മുടെ ഉമ്മ മരിച്ചവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മ ആരെന്നറിയോ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരല്പം ചോറ് താഴെ വീണ ഉമ്മച്ചി അതെടുത്ത് പാത്രത്തിലിട്ട് തരും. ആ താഴെ വീണ ആ വറ്റെടുത്ത് പാത്രത്തിലിട്ട് തന്നിട്ട് ഉമ്മ പറയും, കളയല്ലേടാ, വാപ്പ രക്തം വിയർപ്പാക്കി ഉണ്ടാക്കിയതാ മോനെ. നമ്മുടെ ഉമ്മച്ചി പറഞ്ഞു തരുമായിരുന്നു. ഇന്നത്തെ പെണ്ണുങ്ങളോ ഒരു പാത്രം ചോറെടുത്ത് കളഞ്ഞാലും ഒരു വാക്കും മിണ്ടൂല. കാരണം അവൾക്കറിയില്ല അതുണ്ടാക്കിയത് എങ്ങനെയാന്ന്. അവൾക്കറിയില്ല അതെങ്ങനെയാണ് ആ ഭർത്താവ് ഉണ്ടാക്കിയതെന്ന്. അവൻ ഉറക്കമൊഴിഞ്ഞ് അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നുണ്ട്. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പടച്ചവനെ മരത്തിൻ്റെ മുകളിൽ വലിഞ്ഞു കയറുന്നവരില്ലേ? എൻ്റെ പടച്ചവനെ, ഞാൻ എൻ്റെ വീട്ടിൽ കിളയ്ക്കാമെന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങളുടെ തൊലി ഒന്ന് കാണിച്ചു തരാൻ. കാരണം എന്തേ? ആ ചൂടത്തും ആ മനുഷ്യൻ ഉടുങ്ങനെ നിന്ന് കിളയ്ക്കുക. റബ്ബേ, എന്തൊരു ശരീരം! ഇതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കണേ. പക്ഷെ ആർക്കറിയണില്ല? ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് അറിയണില്ല, ഇന്നത്തെ മക്കൾക്ക് അറിയുന്നില്ല. അവർ വാപ്പാനെ കാണുന്നത് ATM പോലെ. ചോദിക്കുമ്പോൾ നെക്കുമ്പോൾ പൈസ കിട്ടിയാൽ നല്ല വാപ്പ, കൊടുത്തില്ലെങ്കിൽ. ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ ആലോചിക്കേ. നമ്മൾ ഉമ്മാൻ്റെ അടുത്ത് വാപ്പാടത്ത് എന്നിട്ട് പറയും ചെറുപ്പത്തിൽ, വാപ്പ മുട്ടായി മേടിച്ചാ വാപ്പ, ചിപ്പപ്പ് മേടിച്ചാ വാപ്പ, എനിക്കൊരു കളിപ്പാട്ടം മേടിച്ചാ വാപ്പ. നമ്മളങ്ങനെ പറയണേ. ഇന്നത്തെ മക്കൾ എന്താ പറയണേ? പൈസ താ വാപ്പ. ഇന്ന് ചെറിയ മക്കളും പറയുന്നത് പൈസ തരാനാ, മുട്ടായി വാങ്ങിച്ചു തരാനല്ല. പൈസ. അത്രത്തോളം കുട്ടികളുടെ ഹൃദയത്തിലേക്ക് പൈസ ഇറങ്ങി. ഇന്നത്തെ കുട്ടികളുടെ മനസ്സിൽ ഈ ഉമ്മമാര്, ഞാൻ കുറ്റം പറയല്ല, ഈ പെണ്ണുങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, നല്ല ജോലി ഉണ്ടാകണം, നല്ല സാലറി ഉണ്ടാകണം. മോനെ, നല്ല നിലയിലെത്തിയാലേ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ. പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ആരോടാ പറയണേ? ഈ 6ലും 7ലും പഠിക്കുന്ന ചെറിയ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നു, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് അവൻ കഞ്ചാവ് കച്ചവടത്തിന് പോകുന്നത്. +1 പഠിക്കുന്നവൻ കഞ്ചാവ് കച്ചവടത്തിന് പോകുന്നത് എന്തുകൊണ്ടാ? പെട്ടെന്ന് പണമുണ്ടാക്കണം. ഉമ്മയല്ലേ പറഞ്ഞു കൊടുത്തത്, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുമെന്ന്. അള്ളാഹുവെ, നിന്റെയൊക്കെ ആർത്തിയ നിങ്ങളുടെ മക്കളെ ഇങ്ങനെയാക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരലുകൾ ചേർത്തു പിടിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ കൈവിരലുകൾ ചേർത്തു പിടിക്കുകയാണ്. 2 വിരലുകൾ ചേർത്തു പിടിച്ചിട്ട് പറഞ്ഞു, സ്വഹാബാ, നാളെ സ്വർഗത്തിൽ ഇതുപോലെ എൻ്റെ കൂടെ നടക്കുന്ന ഒരാളുണ്ട്. നാളെ ഞാനും ഒരാളും സ്വർഗത്തിൽ ഇതുപോലെയാണ്.
2 വിരലുകൾ ചേർത്ത് വെച്ചിട്ടാണ് നബി തങ്ങൾ പറയുന്നത്, സ്വർഗത്തിൽ ഈ വിരലുകൾ അടുത്തിരിക്കുന്നത് പോലെ എൻ്റെ കൂടെ നടക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആരാണ് നബിയേ? ആരാണ് നബിയേ? അന്ന വകാഫിൽ യതീമി ഫീ ജന്നതി ഹാകദാ. നബി തങ്ങൾ പറയുകയാ, യതീമിനെ സ്നേഹിക്കുന്നവൻ, യതീമിനെ പരിഗണിക്കുന്നവൻ, യതീമായ മക്കളെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ, യതീമായ മക്കളെ പരിഗണിക്കുന്നവരുണ്ടല്ലോ, ആ യതീമിനെ സ്നേഹിച്ചാൽ, യതീമിനെ സ്നേഹിക്കുന്നവർ സ്വർഗത്തിൽ ഇതുപോലെ എൻ്റെ കൂടെ അടുത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. യതീമിനെ സ്നേഹിച്ച അവൻ സ്വർഗത്തിൽ ഇതുപോലെ എൻ്റെ കൂടെ നടക്കും. നമുക്കിന്ന് യതീമിനെ കുറിച്ച് എന്തറിയാം? യതീമിനെ സ്നേഹിക്കുന്ന ആരുണ്ട്? യതീമിനെ ബഹുമാനിക്കുന്ന ആരുണ്ട്? യതീമിനെ പരിഗണിക്കുന്ന എത്ര പേരുണ്ട്? ഒരു യതീമിന്റെ മഹത്വം അറിയുമോ? ആകാശത്തിന്റെ കീഴിലുള്ളതിൽ ഏറ്റവും നല്ല ഭവനം യതീം ചിരിക്കുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ല വീട് ഏതാ? നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ല വീട് യതീമുള്ള ഭവനം. ആ യതീം ചിരിക്കുന്നുണ്ട്, കരയുന്നില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഏറ്റവും ഷർറായ വീട് യതീമിന്റെ കണ്ണുനീര് വീഴുന്ന വീടാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മൾ പരിഗണിക്കാറുണ്ടോ? യതീമിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാറുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹല്ല് കമ്മിറ്റി ലെറ്റർ പേഡ് കൊടുത്തിട്ട് പറയുന്നു ഇത് പിരിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞിട്ട് സെക്രട്ടറി എഴുതി, പ്രസിഡന്റ് എഴുതി ഒപ്പിട്ട് കൊടുത്തു വിടുകയാ. ഇനി നാട് മുഴുവനും പള്ളി മുഴുവനും കയറി ഇറങ്ങി യാചിച്ചു കൊള്ളാൻ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ യതീമിനോട് കാണിക്കുന്നത് എന്താ? വിധവയോട് കാണിക്കുന്നത് എന്താ? ഒരു യതീമായ പെൺകുട്ടിയുണ്ട്, വിവാഹം കഴിക്കാൻ വേറെ ഒന്നുമില്ല, ഉടനെ ലെറ്റർ പേഡിന്റെ അകത്ത് എഴുതിയിട്ട് പറയും ഇനി തെണ്ടിക്കൊള്ളാൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ അടുക്കൽ വന്ന ഒരു സഹോദരി ഈ അടുത്ത കാലത്ത് എൻ്റെ അടുക്കൽ വന്നു, ഉസ്താദ് യതീമായ ഒരു മകളാണ്, കല്യാണം കഴിക്കണം, സഹായിക്കണം, എന്തെങ്കിലും ഒന്ന് പിരിവെടുത്തു തരണം. ഞാനത് വാങ്ങിച്ചിട്ട് സെക്രട്ടറിയെ ഒന്ന് വിളിച്ചു. സെക്രട്ടറിയെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരിക്കലും സ്വർഗത്തിൽ പോത്തില്ല, നിന്നെ അള്ളാഹു വെറുതെ വിടത്തില്ല എന്ന്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിടുവോ അല്ലാഹ്? നിങ്ങൾ പറ, വിടുവോ? നിങ്ങളുടെ ജമാഅത്തിൻ്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഈ നാട്ടിലെ യതീമായ ഒരു പെണ്ണിൻ്റെ കല്യാണത്തിന് പിരിവെടുക്കാൻ ഉമ്മാടെ കയ്യിൽ ലെറ്റർ പേഡും കൊടുത്തിട്ട് നാട് മുഴുവനും യാചിക്കാൻ പറഞ്ഞു വിട്ട ഈ മനുഷ്യന്മാർ അല്ലാഹ് വെറുതെ വിടുവോ? ഇല്ലേ? നിങ്ങളെന്തോ വെടികൊണ്ടുപോലിരിക്കണേ, വിടുവോ? അദ്ദേഹത്തെ മാത്രമല്ല, നിന്നെ ഒറ്റ ഒരെണ്ണത്തിനെയും അള്ളാഹു വെറുതെ വിടത്തില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ മഹല്ലിലെ ഒരെണ്ണം, ഈ നാട്ടിലെ യതീമായ ഒരു പെൺകുട്ടി ആരാരും എന്നെ സഹായിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ തിരിഞ്ഞു നോക്കാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ നീയൊക്കെ ഏത് കൊലകൊമ്പനാണെങ്കിലും അള്ളാഹു നിന്നെ വെറുതെ വിടത്തില്ല. ആ കണ്ണുനീര് നിൻ്റെയൊക്കെ കുടുംബത്തിൻ്റെ ശാപമായി മാറും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാണ് യതീം. അതാണ് യതീം. അതിനെ ബഹുമാനിക്കണം, അതിനെ ആദരിക്കണം. യതീമിൻ്റെ വില അറിയുമായിരുന്നെങ്കിൽ നീയൊക്കെ അങ്ങോട്ട് പോയനെ. ഇന്ന് യതീം നിന്റെ വീടിൻ്റെ മുമ്പിൽ വന്ന് കാത്തു നിൽക്കണം, ഗേറ്റ് പോലും തുറക്കത്തില്ല. ലെറ്റർ പേ കമ്മിറ്റി ഓഫീസിൽ പരാതിയും കൊടുത്തിട്ട് രാജകൊട്ടാരത്തിൽ ഇരിക്കുന്ന രാജാവിൻ്റെ മുമ്പിൽ നിൽക്കണ പോലെ യതീം നിൽക്കണം. എന്നാൽ യതീമിൻ്റെ വില അറിഞ്ഞിരുന്നെങ്കിൽ നാളെ മുതൽ നീയൊക്കെ ഇറങ്ങും. യതീമിൻ്റെ മഹത്വം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ രാവിലെ മുതൽ നീയൊക്കെ ഇറങ്ങും ഈ നാട്ടിൽ യതീമായ മക്കളുള്ള വീട് തേടിയിട്ട്. അതാണ് യതീം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഞാനുള്ളത് പറയുവടോ. എന്നെ ഒരു വട്ടവേ പള്ളി കമ്മിറ്റി വയതിന് വിളിക്കൂ, അടുത്ത കൊല്ലം വിളിക്കത്തില്ല. എന്നെ ഒറ്റ പ്രാവശ്യമേ വിളിക്കത്തുള്ളൂ, പിന്നെ വിളിക്കുന്നത് വളരെ ചുരുക്കമാണ്. അപ്പം വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും പറയേണ്ടത് പറഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.